friends, I am Rani. Welcome to my channel. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം നിങ്ങൾക്ക് എപ്പോഴേലും പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉള്ളിവട എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും അല്ലെങ്കിൽ അതിനകത്ത് അരിപ്പൊടി ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ കുറച്ച് ഇതെടുത്ത് മിക്സ് ചെയ്ത് ഒക്കെ ഉണ്ടാക്കുന്ന പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിത് നല്ല വ്യത്യസ്തമായിട്ട് ഇത്തവണ സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ പൊടി തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സബോള അതിനെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് ഒന്നൊന്നേ മുട്ടാത്ത രീതിയിൽ ഒന്നൊന്നായിട്ട് എല്ലാത്തിനെയും അല്ലികളായിട്ട് വിടർത്തിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് വിടർത്തിയെടുക്കുക. ഓക്കെ, നമ്മുടെ സാൾട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം. കണ്ടോ? ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അധികം ഇതിനകത്തോട്ട് വെള്ളം വേറെ ആയിട്ട് ഒന്നും ഇത് മാവ് നനച്ചെടുക്കാനുള്ളതായിട്ട് നമുക്ക് മാവ് നനച്ചെടുക്കേണ്ട കാര്യമില്ല. വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ടി വരത്തില്ല. ഈ ഉപ്പും ഈ സബോളയുടെ നീരൂടെ നന്നായിട്ട് അങ്ങോട്ട് ഈ സ്ക്വീസ് ചെയ്യുന്ന വഴി ഇറങ്ങി വരും. ഇങ്ങനെ ഉപ്പ് തേച്ച് തിരുമ്മിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനകത്തൊന്ന് കൂടുതൽ ജ്യൂസ് ഇറങ്ങുകയും അത് സബോള നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച സബോള റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പൊക്കെ തിരുമ്മി വെച്ചതാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സബോള. നന്നായിട്ട് ജ്യൂസ് ഇതിനകത്തുനിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാമോ? അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തായാലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില അല്ലെങ്കിൽ കറി ലീവ്സ് ഉണ്ടോ, അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടേക്ക്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ആയിക്കോളും. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇച്ചിരി ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിന് പാകത്തിന് കുഞ്ഞ് ഗ്രീൻ ചില്ലി, അത് രണ്ടുകൂടെയാണ് ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി മുളക് പൊടി. ഇത് ഞാൻ പിരിയമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി ചില്ലി, ഇത് നമ്മൾ എരിവില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. സാധാരണ ഉള്ളിവടയ്ക്ക് ഇച്ചിരി എരിവുള്ളതാണ് നല്ലത്. ചായയോട് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർക്കുക. ഇവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കുന്നില്ല. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിന്റെ കളർ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വലിയ എരിവില്ല, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി നോക്കാം. അതിന്റെ കൺസിസ്റ്റൻസി എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. കണ്ടോ? ഒത്തിരി അങ്ങ് ഹാർഡായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി ലൂസായി പോവുകയും ചെയ്യല്ലേ. ഇപ്പം ഒരു നല്ല കൺസിസ്റ്റൻസി കണ്ടോ. ഇതിനകത്ത് കൂടുതൽ ഉള്ളിയാണ്, നമ്മൾ സബോളയാണ് കൂടുതലും ഇതിനെ എയിം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാവ് കുറച്ചിട്ടേക്കുന്നത്. നിങ്ങൾക്ക് മാവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ വരുമ്പോൾ സബോളയുടെ നനവ് പോരാതെ വരും. നിങ്ങൾക്ക് ഒന്നുകിൽ ഇച്ചിരി യോഗട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഇത് ചെറുതായിട്ട് നനച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒഴിച്ചെടുക്കാം. മാവ് എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈ നന്നായിട്ട് നനച്ചിട്ട് വേണം ഈ മാവ് ഉണ്ട പോലെ ഉരുട്ടിയെടുത്ത് ഇടാൻ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. ഓക്കെ, അപ്പൊ ഓരോ പ്രാവശ്യം ഇടുമ്പോൾ ഇതുപോലെ കൈ നനച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ കൈ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കോരി മാറ്റാം പ്ലേറ്റിലേക്ക്. ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല മണം വരുന്നുണ്ട്. ഉള്ളിയല്ലേ, അത് വറുത്ത് കഴിയുമ്പോൾ ആ ടേസ്റ്റ് നല്ലൊരു മണം വരുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ കഴിക്കാൻ പോയി ചായയും കൂട്ടി. അപ്പൊ ഞാനത് ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഒരു ചായ കൂട്ടി കഴിക്കാൻ അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. ഉണ്ടാക്കിയതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ